നഗരസഭാധ്യക്ഷൻ ശ്രീ കുര്യാക്കോസ് പടവൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജീവസന്ധായക നമിക്കുന്നു രൂപ ചിരം ജീവ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കുര്യാക്കോസ് പടവൻ, ബഹുമാനപ്പെട്ട കുഴിഞ്ഞാനച്ചൻ, ബഹുമാനപ്പെട്ട ജോർജ് പഴയോറച്ചൻ, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പാപ്പാക്കലച്ചൻ, ഫാദർ ഷാജി പുത്തനത്തൂന്നൽ അച്ഛൻ, പ്രിയമുള്ള ജോയൻ തോമസ്, പ്രിയമുള്ള ഫിലിപ്പ് കുഴികുളം, പ്രിയമുള്ള ജെന്നി മറ്റത്തിപ്പാറ, ശ്രീ മാത്യു സ്റ്റീഫൻ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ കൂട്ടുകൈ. ഇത് പ്രൗഢഗംഭീരമായ സദസ്സാണ്. വാസ്തവത്തിൽ ഈ പരിപാടിയുടെ മഹാത്മ്യം എല്ലാവർക്കും അറിയാം. ഞാൻ ആ കുട്ടി പാട്ട് പാടിയപ്പോൾ ചോദിച്ചു, കുട്ടിയാനി കുടുംബത്തിലെയാണോ എന്ന് ചോദിച്ചു. നല്ല സ്വരമാധുരി, നല്ല സംഗീതം പാടുന്നു എന്ന് മാത്രമല്ല, സംഗീതം നിർമ്മിച്ചതും. അതായത് ഈ കഴിഞ്ഞ 4 തലമുറയായി ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിലെ അംഗങ്ങൾ പാടിയ സംഗീതം മുഴുവൻ, പാട്ടുകൾ മുഴുവൻ, ഗാനങ്ങൾ മുഴുവൻ സീഡിയാക്കിയിരിക്കുക. കലകൾ മനുഷ്യനെ വിശദീകരിക്കുന്നു, പ്രത്യേകിച്ച് സംഗീതം മനുഷ്യനെ വിശദീകരിക്കും. നല്ല പാട്ട് കേട്ടാൽ, എനിക്ക് നല്ല പാട്ട് കേട്ടാൽ എന്റെ മനസ്സെ കൊണ്ട് സ്വർഗത്തിലേക്ക് ഉയരും. ഇതുപോലെയാണ് എല്ലാവർക്കും നല്ല പാട്ട് കേട്ടാൽ. ഭക്തവീരയെ പറ്റി കേട്ടിട്ടുണ്ട്. ഭക്തവീര ഇങ്ങനെ പാട്ട് പാടി 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 ഭഗവാൻ പാട്ടുകളാണ്. ഭഗവാന് സ്തുതിഗീതങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർ ഈശ്വരനിലേക്ക് ലയിച്ചു. നമുക്ക് ഇന്ത്യയുടെ ഭാരതീയ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഭക്തവീരയെ പറ്റി കേട്ടിട്ടുണ്ട്. വിശുദ്ധ സിസിലിയാമ്മ, നമുക്ക് വിശുദ്ധിയായ സിസിലി ഇതുപോലെ പാട്ട് പാടി 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 ജീവിതം മുഴുവൻ പാട്ടാണ്, ഭക്തഗാനങ്ങളാണ്. അങ്ങനെ ഭക്തിയിൽ നിറഞ്ഞ് ദൈവത്തില് ലയിച്ചു ചേർന്നു സ്വർഗത്തിലേക്ക് സിസിലി പോവുകയും വിശുദ്ധിയായി തീരുകയും ചെയ്യുമെന്ന് ഓർക്കണം. അപ്പൊ പാട്ടുകളുടെ ശക്തി വളരെ ഇതാണ്. ഏതായാലും കൊല്ലപ്പള്ളിയിലുള്ള കൂട്ടിയാനി കുടുംബത്തില് ഇങ്ങനെ പൈതൃകമായി അവർക്ക് ഈ പാട്ട് പാടുന്നതില് ഉള്ള അവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം, ആ കഴിവുകൾ വളരെ ശ്രേഷ്ഠമാണ്. അവര് അങ്ങനെ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം കൂടി ഒരു CD-യാക്കി വാസ്തവത്തിൽ മാറ്റിയിട്ടുള്ളത് വരും തലമുറയ്ക്ക് എത്രയോ വലിയ ഒരു കാര്യമാണ്. ആ പാട്ടുകളെല്ലാം കൂടി ഇത് നിർമ്മിച്ച CD-ആയിട്ട് ഇത് നിർമ്മിച്ച ആരാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരാണ് മുൻകൈ എടുത്തത് CD-യാക്കാൻ? മോളെ പേരിനോട് ലിസി കുട്ടിയാനി. ലിസിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കട്ടെ. ഇതിന് വലിയൊരു എഫർട്ടാണ്. ഇത് നമ്മുടെ വലിയൊരു സാംസ്കാരിക സമ്പത്താണ്. അതുകൊണ്ട് ഇതിനെല്ലാം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ കുടുംബത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ CD ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ കാസറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാനസാർ നിർവഹിക്കുകയാണ്. കുര്യാക്കോസ് പടവൻ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ ജോയി തോമസ് അദ്ദേഹത്തിന് കാസറ്റ് കൊടുത്ത് ഔപചാരികമായി പ്രകാശനം ചെയ്യും. നാടിന്റെ അഭിമാനമായ പാലായുടെ അഭിമാനമായ ധനകാര്യ നിയമവകുപ്പ് മന്ത്രി ഏറ്റവും ബഹുമാനപ്പെട്ട K. മാണി സർ. ഒത്തിരി തിരക്കുകൾ നമുക്കറിയാം അദ്ദേഹം, പക്ഷേ
ഇത്രയും ചെറിയ നമ്മുടെ ഒരു പരിപാടിയിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത കെ മാണി സാറിനെ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യും. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ കുര്യാക്കോസ് പടവൻ സാറാണ്. ഞാൻ ഒരു സെക്കൻഡ് അദ്ദേഹത്തെ പറയുകയാണ്. ഞാൻ അവിടെ ഈ പ്രോഗ്രാമിൽ ഏതാണ്ടൊക്കെ പേപ്പർ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനൊരു വ്യക്തത ഉണ്ടാക്കി തന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വളരെ അവനവന്റെ ഒരു ആ വീട്ടിലെ രംഗം പോലെ ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങളെ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഈ സമയങ്ങൾ ചെലവഴിക്കാൻ അധ്യക്ഷ പദവി അലങ്കരിക്കുവാൻ വരികയും ചെയ്ത സാറിനെ ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മുടെ വികാരിച്ചാണ് അച്ഛൻ ഫോണിലൂടെ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ വരികയാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങൾ അച്ഛൻ കാണാൻ സാധിച്ചില്ല. ഒത്തിരി തിരക്കുണ്ട്. നമുക്കറിയാം ഒരു വികാരി അച്ഛൻ്റെ തിരക്കും സാഹചര്യം. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ രംഗം പോലെ തന്നെയാണ് അഡ്വക്കേറ്റ് ജോയ് തോമസ് സാർ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ. അദ്ദേഹം നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എത്ര തിരക്കുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ എത്തും എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് ഞങ്ങളുടെ ഒപ്പം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ആദ്യകാലം ഞാൻ ഹാർമോണിയം വായിച്ച് ആദ്യമായിട്ട് പള്ളിയിൽ പാടാൻ തുടങ്ങുന്ന 12 വയസ്സിലാണ്. അന്ന് എൻ്റെ തെറ്റും കുറ്റങ്ങളുമൊക്കെ ക്ഷമിച്ച് എന്നെ പള്ളിയിൽ പാടാൻ വേണ്ടി തുടക്കം നിന്ന എൻ്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്, പാർപ്പിളാക്കലച്ഛൻ. കൂടിയാണെങ്കിൽ കുടുംബത്തോട് തന്നെ അച്ഛന് വലിയ സ്നേഹവും ഞങ്ങളെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. എൻ്റെ പുതിയ അച്ഛന് എന്ത് തിരക്കൊണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എത്തിയേക്കാൻ കേട്ടോ, ഒന്നും പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ എന്തിനും നമ്മളോട് നിൽക്കുന്ന സഹായിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ നല്ല മനസ്സിന്റെ ഉടമ കൂടെയാണ് അച്ഛൻ. അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും സ്വാഗതം അർഹിക്കുന്ന വ്യക്തി മാത്യു സ്റ്റീഫൻ എക്സ്എംഎൽഎയാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് വീണ്ടും അതുപോലെ തന്നെ കലാരംഗത്ത് നല്ല വളരെ വേദിയിൽ ഞാൻ ഓർക്കുന്നു. എന്നെ ഈ അവസ്ഥയിലെത്താൻ സഹായിച്ച പ്രമുഖ വ്യക്തികളാണ് അവരെല്ലാം. പിന്നെ ഇന്ന് വരെ ഞാനും വിട്ടുകൊണ്ടെന്ന് ക്ഷമിക്കുക. ഇന്ന് വരെ പ്രാർത്ഥിച്ച അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ഒരു ആത്മീയമായിട്ട് മനുഷ്യന് ആത്മീയമായ സന്തോഷം പകരുവാൻ കഴിയുന്നത് ഭക്തിഗാനങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പ്രതിസന്ധിയിലും മനസ്സിന് സുഖം നൽകുവാനായിട്ട് കഴിയുന്നത് ഗാനങ്ങൾക്കുണ്ടായെങ്കിലും അതിലുപരിയായിട്ട് ഭക്തിഗാനങ്ങൾ ദൈവത്തെ പുകഴ്ത്തുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഗാനങ്ങൾ പാടുമ്പോൾ ഏതൊരു മനുഷ്യനും പാടുവാനും അത് ആസ്വദിക്കുവാനും വളരെയേറെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള ഈ ഗാനങ്ങളുടെ ഒരു പ്രസിദ്ധീകരണം, അത് ഈ ഗാനത്തിനുള്ള ഒരു പ്രത്യേകത, ഒരു കുടുംബത്തിലെ 4 തലമുറ ഒന്നിച്ച് ചേർന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാസറ്റ്. തീർച്ചയായും ഇങ്ങനെ ഒരു കാസറ്റ് ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടില് ഇങ്ങനെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കരുതുന്നില്ല. തലമുറകളായി കൈമാറി വന്ന ആ അനുഗ്രഹം, ആ ഒരു കഴിവ് ഇന്ന് ഇവിടെ ഒരു CD ആയിട്ട് വരികയും കൂടുതൽ ആളുകൾ അറിയുകയും ചെയ്യുന്നു. ജിമ്മി മറ്റത്തിപ്പാട് നമ്മുടെ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുകയും ഇന്ന് ഇവിടെ വരികയും ഈ ഒരു CD പ്രകാശനം തന്നു. നമസ്കാരം. അനുഗ്രഹം കലാം വിഭവം പ്രകാശൻ പാർപ്പിളാക്കലച്ച ജോൺ പഴയപറമ്പച്ച സുജിമി മറ്റത്തിപ്പാല ബേബി ജോൺ കരയന്താനി. ഈ കലാവിരുന്നിന്റെ കാരണക്കാരിയായ ശ്രീമതി ലിസി കെ ഫെർണാണ്ടസ്. ലിസിയെ എനിക്ക് ഇന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത്. എന്നോട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒരു 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിക്കുകയാണ് ചെയ്തത്. നല്ല കാര്യം രൂപപ്പെടുത്താനായിട്ട് അതിന് കാരണമായി. അതോടൊപ്പം ദൈവാനുഗ്രഹങ്ങളുടെ ആ കലാകാരിക്ക് ലഭിച്ചപ്പോൾ ഇത് മനുഷ്യർക്ക് ആസാധ്യകരമായിട്ടുള്ള ഒരു കലാവിരുന്നായിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ലിസി കഴിഞ്ഞു. ലിസി പാട്ടുകാരി മാത്രമല്ല എന്ന് നമുക്കറിയാം. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുവാനൂടെ കൗൺസിലിംഗ് കൊടുക്കുവാനായിട്ടും നല്ല പ്രവർത്തനങ്ങൾ നൽകുവാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു അനുഗ്രഹീത ആയിട്ടുള്ള പ്രസംഗം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലിസിയുടെ ഈ പരിശ്രമത്തിന് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയും കൂടുതലായിട്ടുള്ള
കലാവിഭവങ്ങള്, പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള കലാവിഭവങ്ങളെ ലിസിയുടെ വഴി നമുക്ക് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. പാടുന്നവന് ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത്. ഗാനങ്ങള്, ചിന്തകള്, നല്ല ചിന്തകള് മനസ്സിലേക്ക് ഉണർത്തുവാനായിട്ട് പ്രേരകമാണ് എന്ന് നമുക്കറിയാം. 19ാം നൂറ്റാണ്ട് അവസാനത്തിൽ ജീവിച്ചിരുന്ന സർ വില്യം ജെയിംസ് എന്ന ഒരു മനഃശാസ്ത്രത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ചിന്തകളാണ് മനുഷ്യന്റെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുന്നത് എന്ന്. എഴുത്തുരംഗത്തിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളെ കടത്തിവിടാൻ സാധിച്ചാൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അതേസമയം നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നെങ്കിൽ അത് സമൂഹത്തിന് ദൂഷ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിന് കാരണമായി തീരും എന്ന് നമുക്ക് അറിയാം. അങ്ങനെ നല്ല ദൈവഭക്തിയിൽ അറിയിച്ച ഒരു ജീവിതത്തിന് മാത്രമേ ജീവിതത്തിലെ ശാശ്വതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മൂല്യബോധവും ആദർശബോധവും സമൂഹത്തിന്റെ ജീവിത ശൈലിയിലൊക്കെ വലിയ വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പുള്ളതാണ്. ഇപ്പോൾ ശ്രീമതി ലിസി ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന ഈ വലിയ വിഭവം എല്ലാവർക്കും ആസ്വാദികരമായിട്ട് എന്നും എല്ലാവരുടെയും മനസ്സിലെ നന്മയിലേക്ക് എത്തിക്കുന്നതിന് ഇടയാകട്ടെ എന്നും കാഴ്ച നഷ്ടപ്പെട്ടവർക്ക്, അതായത് മൂല്യബോധവും അതുപോലെ തന്നെ ധാർമ്മിക ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച കൊടുക്കുന്നതിന് ഈ കാഴ്ചയായെന്നുള്ള ഈ ആൽബം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഇതിന് എല്ലാവിധ പ്രചാരവും ഞാൻ ആഗ്രഹിക്കുകയും ഇനിയും കൂടുതലായിട്ടുള്ള സംരംഭങ്ങൾ, ഇതുപോലുള്ള നല്ല വിഭവങ്ങൾ ലിസിയുടെ കരങ്ങളിലൂടെ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. Thank you.
അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ ബഹുത്താനം വികേയായിരുന്നപ്പോൾ വെറുതെ നടക്കാൻ ചെന്നപ്പോൾ വല്ലപ്പോഴും ഇവിടെ ഒരു നല്ല വീടിന്റെ അടുത്തിരിക്കുന്നു. ഞാൻ വീട് കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്, ഒരു നിശ്ചയദാർഢ്യവും അതിനുള്ള അധ്വാനിക്കാനുള്ള കഴിവും ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രമാത്രം വളരാം എന്നുള്ളതിന്റെ അടയാളമായിരുന്നു. അന്ന് എനിക്കൊരു ഡോട്ട് പെൻ തന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. നമ്മളോടൊന്ന് പുറത്തുനിന്നാണ് കൊണ്ടല്ല, സാധാരണ അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും പിള്ളേർ കൊടുക്കാണ് പതിവ്. പക്ഷെ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വലിയ ഓർമ്മയായി, വലിയൊരു വളർച്ചയുടെ ഓർമ്മയായി ലിസിയുടെ. അങ്ങേറ്റ സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചത്. ഇനിയും ലിസി വഴിയായി ഒത്തിരിയേറെ ഗാനങ്ങളും ഒക്കെ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. വ്യക്തികളെ, പ്രിയ സഹോദരി, സമ്മേളനത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കുടുംബം 4 തലമുറകളായിട്ട് സഭയ്ക്ക് സമുദായത്തിന് കാഴ്ചവെച്ച ഭക്തിഗാനങ്ങളുടെ ഒരു ആൽബം ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഒത്തിരി സന്തോഷവും ദൈവാനുഗ്രഹവും നിറഞ്ഞ വലിയ നിമിഷങ്ങളാണിത്. ഇതിന് നേതൃത്വം കൊടുത്ത ലിസി കെ ഫെർണാണ്ടസിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ, ആശംസകൾ അർപ്പിക്കാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഗാന ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ അടുത്തേക്ക് ഉയരട്ടെ. എല്ലാവരുടെയും മനസ്സുകളിൽ നല്ല ചിന്തകൾ, നല്ല ജീവിത വീക്ഷണങ്ങൾ ഈ ഗാനങ്ങളിലൂടെ ലഭ്യമാകട്ടെ എന്നാണ് എല്ലാവർക്കും എനിക്ക് ആശംസിക്കാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്തവരെയും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒത്തിരി തുവാനിച്ച കരങ്ങളുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ നല്ല അച്ഛൻ, ജോർജ് അച്ഛൻ, ശ്രീ മാത്യു സ്റ്റീഫൻ, 4 തലമുറയുടെ ഒരു കൂട്ടായ്മ നമുക്ക് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതൊരു കുടുംബം പാട്ടുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സംഭാവനകളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ യോഗത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഭക്തിഗാനങ്ങൾ എല്ലാവർക്കും അറിയാം, മാനസിക സംഘർഷം ഉണ്ടാകുമ്പോഴും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഒരു ദൈവഭക്തിഗാനം ഇട്ട് കേട്ടാൽ മനസ്സിന്റെ സംഘർഷം വളരെയധികം കുറയും. അല്ലാത്തപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഭക്തിഗാനങ്ങൾ കേൾക്കുക എന്നുള്ളത്. അത് സംഭാവന ചെയ്ത ലിസി ഫെർണാണ്ടസിനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഓരോ സംരംഭവും വളരെ വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. in the sky,
പ്രിയപ്പെട്ട ജിമ്മി, പ്രിയങ്കരിയായ ലിസി, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 4 തലമുറകളുടെ സംഗീത പൈതൃകത്തിന്റെ മുഴുവൻ ചിന്തകളും മനസ്സിൽ നിറഞ്ഞു നിൽക്കത്തക്ക നിലയിൽ ഒരു കാസറ്റിനെ സംവിധാനം ചെയ്യാനും പ്രകാശനം ചെയ്യാനും കഴിഞ്ഞ അനുഭവം വളരെ അവിസ്മരണീയമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഞങ്ങളുടെയൊക്കെ ഒരു പൊതു സഹോദരി എന്ന രീതിയിൽ ലിസിയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം കഴിഞ്ഞ 10-20 വർഷക്കാലത്തിന് മുമ്പുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ട ജോയി തോമസും ഇന്നിവിടെ എത്താൻ അതാണ് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട വൈദികരും മറ്റ് ആളുകളുമൊക്കെ ഇക്കാര്യങ്ങളോട് സൂചിപ്പിച്ചു. മനുഷ്യ സ്നേഹത്തിന്റെയും നന്മയുടെയും നിറഞ്ഞ അനുഭൂതി ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഗീതം മനുഷ്യ ജീവിതത്തിന്റെ പ്രയാണത്തെ തന്നെ എന്നും ഉത്കൃഷ്ടമായ ഒരു ജീവിത ചിന്തയിലേക്ക് നയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് മാതാവിന്റെ ഈ കാസറ്റ് അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ ഗ്രാമപഞ്ചായത്തില് വൈഷ്ണസ് ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് സെന്റ് ലിസിയുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായി, പാട്ട് പാടുന്ന ഒരു ചേച്ചിയായി ആണ് പരിചയപ്പെടാൻ സാധിച്ചത്. അതിനുശേഷം വളരെ അധികം ഉന്നതങ്ങളിലേക്ക്, വളരെയധികം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനും അതുപോലെ തന്നെ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളിൽ ഏഴുമുട്ടം പ്രാർത്ഥന സംഘം എല്ലാ കാലഘട്ടങ്ങളിലും പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനും അതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, ഉപദേശങ്ങൾ, ആത്മീയമായ പ്രവർത്തനങ്ങളിലേക്ക് നടത്തുന്നതെല്ലാം ഓരോ പടിയും തന്റേതായ ശ്രമത്തിന്റെ ഫലമായി കടന്നു ചെല്ലുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിലെല്ലാം എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകൾക്കും ദൈവത്തിൻ്റെതായ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശിഷ്ടാതിഥികളെ, ഗുരുജനങ്ങളെ, ബന്ധുക്കളെ, പ്രിയ സ്നേഹിതരെ, the greatest giving is thanksgiving. Gratitude is the best attitude. മനോഹരമായ ഈ ദിനത്തിൽ മഹനീയമായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ഏവരെയും ഒരുമിച്ച് ചേർത്ത പരമകാരുണികനായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദിയോടെ ഓർക്കാം. തിരുസഭയിൽ അംഗമായിരുന്നു കൊണ്ട് വിശ്വാസ ജീവിതം വഴി ഞങ്ങളെ അടിയുറച്ച വിശ്വാസത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട പൂർവികരെയും ബന്ധുജനങ്ങളെയും നന്ദിയോടെ സ്മരിക്കട്ടെ.